നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ട് അല്ലെങ്കിൽ അതിലൊരിക്കൽ ചേർന്നുകൊണ്ട് അത് അവസാനിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? നർമ്മത്തിൽ ചാലിച്ചുകൊണ്ടുള്ള ചോദ്യം. ഈ ചോദ്യത്തിൽ കുഴങ്ങിയിരിക്കുകയാണ് രൺവീർ. അസ്ഥാനത്തുള്ള തമാശകൾ കൊണ്ട് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണമായിരുന്നു ബീർ ബൈസെപ്സ് എന്ന ചാനലിലൂടെ മലയാളി യുവതിയെ തമാശ എന്ന പേരിൽ അപമാനിച്ച സംഭവം. കോമഡി ഷോ എന്ന പേരിൽ ലൈംഗികപരമായിട്ടുള്ള ചർച്ചകളും തമാശകളും പറഞ്ഞ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്ന പല പരിപാടികളും ഈ അടുത്ത കാലത്തായി ഉയരുന്നുണ്ട്. എന്നാൽ എല്ലാ തമാശകളും തമാശകളല്ലെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ രൺവീർ അല്ലാബാഡിയയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ നിന്ന് എത്തിയ യുവതിയോട് പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിക്കുന്നു. അവിടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള തുടക്കം കുറിക്കുന്നത്. പൊളിറ്റിക്സിനോട് തനിക്ക് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കിയതിനു ശേഷമാണ് ഈ യുവതിയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നടക്കം മികച്ച ക്രിയേറ്റർ അവാർഡ് നേടിയിട്ടുള്ള പോഡ്കാസ്റ്റർ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത്, ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ, അതോ ഒരിക്കൽ അതിൽ ചേർന്ന് അത് എന്നേക്കുമായി നിർത്തുകയാണോ ചെയ്യേണ്ടത് എന്ന ചോദ്യം. ഈ ചോദ്യവും ഈ വീഡിയോയും വൈറലായതോടെയാണ് കാര്യങ്ങൾ തകിടം മറിയുന്നത്. യുവതിയോട് മോശം രീതിയിൽ ഇന്ത്യയിലെ പ്രമുഖ യൂട്യൂബർമാരിൽ ഒരാളായിട്ടുള്ള രൺവീർ അല്ലാബാഡിയ നടത്തിയിട്ടുള്ള ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ ആളിക്കത്തുന്നു, വിവാദമാകുന്നു. വൃത്തികേട്, അധിക്ഷേപം, മോശം വാക്കുകൾ, കുറ്റപ്പെടുത്തലുകൾ, ആളുകളെ പരിഹസിക്കൽ, ഇത് കോമഡിയല്ല, ഇത് നർമ്മമല്ല എന്ന് മനസ്സിലാക്കും മുമ്പ് തന്നെ ഇക്കൂട്ടർക്ക് മുട്ടൻ പണി കിട്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. അതായത്, ഇന്ത്യസ് ഗോട്ട് ലാൻഡ് എന്ന ഷോയിലെ എപ്പിസോഡിലെ അശ്ലീല പരാമർശങ്ങളിലും പ്രകോപനം സൃഷ്ടിച്ചതിനെ തുടർന്ന് യൂട്യൂബർമാരായിട്ടുള്ള രൺവീർ അല്ലാബാഡിയ, സമയ റെയ്ന, അപൂർവ മഖിജ തുടങ്ങിയവർക്കെതിരെ മഹാരാഷ്ട്ര സൈബർ വകുപ്പ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഷോയിൽ അശ്ലീലം പ്രോത്സാഹിപ്പിക്കുകയും ലൈംഗികത പ്രകടമാക്കുകയും അശ്ലീലമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തതിന് രൺവീറിനൊപ്പം തന്നെ സമയ റെയ്ന, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിട്ടുള്ള അപൂർവ മഖിജ, ആഷിഖ് ചഞ്ചലിനെ, ജസ്പ്രീത് സിംഗ് എന്നിവർക്കെതിരെയാണ് അസം പോലീസും കേസെടുത്തിരിക്കുന്നത്. പരിപാടിയിലെ വിധികർത്താക്കളിൽ ഒരാളായിരുന്നു രൺവീർ. സംഭവത്തിൽ വിമർശനങ്ങൾ ശക്തമായതോടെ പരാമർശം നടത്തിയതിൽ രൺവീർ ക്ഷമ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബിയർ ബൈസെപ്സ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയിട്ടുള്ള വ്യക്തിയാണ് രൺവീർ. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹം ക്ഷമാപണവും നടത്തിയത്. എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. ഒടുക്കം ഇന്ത്യസ് ഗോട്ട് ലാൻഡ് എന്ന തന്റെ ഷോയുടെ സമീപകാല എപ്പിസോഡിൽ അവതരിപ്പിച്ച അശ്ലീല തമാശകളെ ചുറ്റിപ്പറ്റിയുള്ള വലിയ വിവാദങ്ങളെക്കുറിച്ച് മൗനം വെടിഞ്ഞുകൊണ്ട് ഹാസ്യ നടനായിട്ടുള്ള സമയ റെയ്നയും രംഗത്ത് വരികയാണ്. ആളുകളെ ചിരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു തന്റെ ലക്ഷ്യം എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇന്ത്യസ് ഗോട്ട് ലാൻഡിന്റെ എല്ലാ വീഡിയോകളും തന്റെ ചാനലിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് എന്നും ഇതോടൊപ്പം തന്നെ അദ്ദേഹം അറിയിക്കുകയാണ്. തനിക്കും ഷോയിലെ മറ്റ് അഭിനേതാക്കൾക്കുമെതിരെ സമർപ്പിച്ചിട്ടുള്ള വിവിധ പോലീസ് പരാതികളോട് പ്രതികരിക്കവേ എല്ലാ ഏജൻസികളുമായും പൂർണ്ണമായും സഹകരിക്കുമെന്നും തങ്ങൾ ഒരാളെ അപമാനിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല ഇത്തരം പരാമർശങ്ങൾ നടത്തിയതെന്നുമാണ് പറയുന്നത്. ഇത്തരത്തിൽ മാപ്പുകളൊക്കെ വരുമ്പോൾ, കേസൊക്കെ വരുമ്പോൾ പറയാനുള്ളത് എല്ലാ തമാശകളും തമാശകളല്ല എന്നത് തന്നെയാണ്.